ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും SCRT ക്ലാസ് ആയിട്ട് വന്നിട്ടുള്ള XCRT ക്ലാസ് ഭൂപടങ്ങൾ എന്നുള്ള ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മാപ്പുകളെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഡിഗ്രി ലെവലായാലും LGS ആയാലും 10th മെയിൻസ് ആയാലും LDC ആയാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടം എന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ മാപ്പുകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മാപ്പുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ താക്കോൽ എന്നാണ് മാപ്പുകൾ അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? മാപ്പുകളാണ്. ഇനി ഈ മാപ്പുകളിൽ ഏറ്റവും പഴക്കമുള്ള മാപ്പുകൾ എന്ന് കണ്ടെത്തിയിട്ടുള്ള എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ മെസപ്പൊട്ടാമിയയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കളിമണ്ണിൽ ചുട്ടെടുത്ത ഫലകങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മാപ്പുകൾ എന്ന് പറയപ്പെടുന്നത്. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ ആണ്. ആരാണ്? അനാക്സിമാൻഡർ ആണ്. ഇദ്ദേഹം ജനിച്ചത് ഏഷ്യ മൈനറിലെ മിലേറ്റസിലാണ് ജനനം. അപ്പോൾ പേര് ഓർത്തു വയ്ക്കുക. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ആരാണ്? ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ ആണ്. അനാക്സിമാൻഡർ. ഇനി ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ജെറാർഡ് മെർക്കാറ്റർ ആണ്. രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് അനാക്സിമാൻഡർ. ആധുനിക ഭൂപടത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെറാർഡ് മെർക്കാറ്റർ ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ ജെറാർഡ് മെർക്കാറ്റേഴ്സ് വികസിപ്പിച്ചെടുത്ത ഭൂപട രചന സമ്പ്രദായത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്നാണ്. അപ്പോൾ മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്നത് ആര് വികസിപ്പിച്ചെടുത്ത ഭൂപട രചന സമ്പ്രദായമാണ് എന്ന് ചോദിച്ചാൽ ജെറാർഡ് മെർക്കാറ്റർ 1569 വികസിപ്പിച്ചെടുത്ത ഭൂപട രചന സമ്പ്രദായത്തെയാണ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ ലോക ഭൂപട നിർമ്മാണം നോക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും അനുയോജ്യമായ പ്രൊജക്ഷനാണ് ഈ മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ പറയും? പ്രക്ഷേപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. ആരുടേതാണ്? ജെറാർഡ് മെർക്കാറ്ററിൻ്റെയാണ്. അദ്ദേഹമാണ് ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ആദ്യത്തെ ആധുനിക അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഓർട്ടലിയസ് ആണ്. ആദ്യത്തെ ആധുനിക അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടലിയസ് ആണ്. ഇനി നമുക്കറിയാലോ, നമ്മുടെ ഭൂമിയിൽ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ അവർക്ക് പഠിക്കാറുണ്ട് അല്ലേ? അങ്ങനെ അക്ഷാംശ രേഖകളുടെയും രേഖാംശ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ടോളമിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയുടെ പേരാണ് ടോളമി. എന്താണ്? അക്ഷാംശം രേഖാംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭൂപടം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ടോളമിയാണ്. ആദ്യത്തെ ആധുനിക അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ എബ്രഹാം ഓർട്ടലിയസ് ആണ്. അതുപോലെ തന്നെ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജെറാർഡ് മെർക്കാറ്റർ ആണ്. അദ്ദേഹം കണ്ടുപിടിച്ച സമ്പ്രദായമാണ് ഭൂപട രചന സമ്പ്രദായമാണ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. ഇനി ലോകത്തിൽ ആദ്യ ഭൂപടം നിർമ്മിച്ചത് ആരാണ്? അനാക്സിമാൻഡർ ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഭൂപടം നിർമ്മിക്കുന്നത് ആരാണ്? അതൊരു ഔദ്യോഗിക ഏജൻസി ഉണ്ട് അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഔദ്യോഗിക ഏജൻസി ഉണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ആരാണ്? സർവേ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ കുറച്ച് ആൾക്കാരെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മൾ ഭൂപട നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ള കുറച്ച് പേരാണ്. എന്തൊക്കെയാണ്? കൊളംബസ്, ഫെർഡിനാൻഡ്, അതുപോലെ അഭിലാഷ് ടോമി എന്നിവർ. അതുമാത്രമല്ല, നമുക്കറിയാലേ മെഗല്ലൻ, കൊളംബസ് തുടങ്ങിയ നാവികരുടെ പര്യവേഷണ യാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? മെഗല്ലൻ്റെയും അതുപോലെ തന്നെ കൊളംബസിൻ്റെയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞന്മാരായ ഇറാത്തോസ്തനീസിൻ്റെ കണ്ടുപിടുത്തം, അതുപോലെ ഹിപ്പാക്കസ്, ടോളമി എന്നിവരുടെ കണ്ടുപിടുത്തവും എന്തിനു സഹായിച്ചിട്ടുണ്ട്? ഈ ഭൂപട നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് എന്ത് പറയുന്നത്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്നത്. നമ്മൾ കൊളംബസിനെ പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന ഒരു കാര്യമാണ് എന്താണ്? അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ്. കൊളംബസ് കണ്ടെത്തിയ വൻകര അല്ലെങ്കിൽ അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കൊളംബസ് ആണെന്ന് പറയും അല്ലേ? അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്?
ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലി, അന്ന് എന്തായിരുന്നു റിപ്പബ്ലിക് ഓഫ് ജനോവ എന്നറിയപ്പെടുന്ന ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിൽ 15-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, റിപ്പബ്ലിക് ഓഫ് ജനോവയിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് 15-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ശ്രമിച്ചിട്ടുണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ കണ്ടെത്താനും വേണ്ടിയിട്ട്, ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമങ്ങൾ ആദ്യമായി ആരംഭിച്ചത് ആരാണ്? അത് ഈ ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഇന്ത്യയെ തേടിയുള്ള യാത്ര അദ്ദേഹം ആരംഭിച്ചത് 1492-ലാണ്. എപ്പോഴാണ്? 1492-ലാണ്. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടി ആദ്യ കപ്പൽ യാത്ര അദ്ദേഹം 1492 നടത്തി. വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് ആര് സഞ്ചരിച്ചിരുന്നത്? കൊളംബസ് സഞ്ചരിച്ചിരുന്നത്. ഈ കൊളംബസ് കണ്ടെത്തിയ വൻകരയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവിടെയുള്ളവരെ കൊളംബസ് എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് റെഡ് ഇന്ത്യൻസ് എന്ന പേര് നൽകിയതും കൊളംബസ് ആണ്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടി AD 1492 പുറപ്പെട്ട നാവികനാണ് അല്ലെങ്കിൽ പര്യവേഷകനാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫെർഡിനാൻഡ് മഗല്ലൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മഗല്ലൻ്റെയും അതുപോലെ മഗല്ലൻ്റെയും കൊളംബസിൻ്റെയും ഒക്കെ നാവിക പര്യവേഷണങ്ങളും വ്യക്തമായ ഭൂപട നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഫെർഡിനാൻഡ് മഗല്ലനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അദ്ദേഹം ജനിച്ചത് പോർച്ചുഗലിലാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലാണ് ആര് ജനിച്ചത്? ഫെർഡിനാൻഡ് മഗല്ലൻ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. എങ്ങനെ സഞ്ചരിച്ചിട്ടാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം കടന്ന് യൂറോപ്പിൽ തിരിച്ചെത്തുക, ലോകം ചുറ്റുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം, നമ്മൾ പറയും ലോകം ചുറ്റിയത് മഗല്ലനാണ് എന്ന് പറയും. എന്നാൽ അദ്ദേഹം മുഴുവനായി ഇത് പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് 1419 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചു. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ യാത്ര ആരംഭിച്ചത്. എന്നാൽ എന്ത് ചെയ്യപ്പെട്ടു? ഫിലിപ്പീൻസ് ദ്വീപുകളിൽ വെച്ചിട്ട് മക്ടാൻ ദ്വീപുവാസികളുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഈ മക്ടാൻ ദ്വീപ് എന്ന് പറയുന്നത് സെബു പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ് ഈ മക്ടാൻ ദ്വീപ് കാണപ്പെടുന്നത്. ഈ ദ്വീപിനെ സെബുവിൽ നിന്ന് വേർതിരിക്കുന്ന ചാനലാണ് മക്ടാൻ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ മഗല്ലൻ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അതിൻ്റെ ഇടയിൽ ഫിലിപ്പീൻസ് ദ്വീപുകളിൽ വെച്ചിട്ട് അവിടെയുള്ള ദ്വീപ് നിവാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിനുശേഷം ബാക്കിയുള്ള സംഘത്തിലുള്ളവരാണ് ആ യാത്ര പൂർണ്ണമാക്കിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ്? 1522 അവർ ആ യാത്ര പൂർത്തിയാക്കി. 1519 സ്റ്റാർട്ട് ചെയ്ത് 1522 ആ യാത്ര അവർ പൂർത്തിയാക്കി. അവർക്ക് അതിന് വേണ്ടി വന്ന സമയം എത്രയാണ്? 3 വർഷമാണ് അവർക്ക് അതിനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യക്കാരനായ മലയാളിയായ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ആരാണ്? നമ്മുടെ അഭിലാഷ് ടോമിയെ കുറിച്ചിട്ടാണ്. സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളിയാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. ഇദ്ദേഹം മുൻ ഇന്ത്യൻ നേവി ലഫ്റ്റനന്റ് കമാൻഡറാണ്. കപ്പൽ യാത്രയിലൂടെയും ഒറ്റയ്ക്കും ഒക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെ അറിയപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര തിരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മുംബൈയിൽ നിന്നാണ്. ഏത് വർഷമാണ് ചോദിച്ചാൽ 2012 നവംബറിൽ അദ്ദേഹം എന്ത് ചെയ്തു? മുംബൈയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു. അദ്ദേഹം എപ്പോൾ തിരിച്ചെത്തിയെന്ന് ചോദിച്ചാൽ 2013 മാർച്ച് 31 അദ്ദേഹം 150 ദിവസം എടുത്തിട്ട് മുംബൈയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ മാപ്പ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. ഏത് ഡേറ്റിലാണ്? 2012 നവംബറിൽ മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മുംബൈയിൽ തന്നെ തിരിച്ചെത്തി. ഓക്കെ, 2013 മാർച്ച് 31 150 ദിവസം. 2012 നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു, മാർച്ചിൽ തിരിച്ചെത്തി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കാനുള്ള 3 പേരുടെ പേര് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം അല്ലേ. എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്? കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ്, അല്ലെങ്കിൽ ഭൂപടശാസ്ത്രത്തെയാണ്, അഥവാ ഭൂപടശാസ്ത്രമാണ് കാർട്ടോഗ്രാഫി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്നറിയപ്പെടുന്നത്.
നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്, പഠിക്കുക തന്നെ വേണം. കാർട്ടോഗ്രാഫി, ഭൂപടശാസ്ത്രം, അതുപോലെ അത് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രാഫി. കാർട്ടോഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങൾ ചേർന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം വന്നത്. അപ്പോൾ കാർട്ടോഗ്രാഫിക് എന്നുള്ളത് എന്താണ്? അതൊരു ഫ്രഞ്ച് പദമാണ്. ഫ്രഞ്ച് പദം ചേർന്നിട്ട് എന്ത് വന്നു? ഇംഗ്ലീഷ് പദമായ കാർട്ടോഗ്രാഫി എന്നത് വന്നു. അപ്പോൾ ഏത് പദമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ഓടുക എവിടേക്കാണ്? ലാറ്റിനിലേക്കാണ് അല്ലേ? പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. കാർട്ടോഗ്രാഫിക് എന്നത് എന്താണ്? ഒരു ഫ്രഞ്ച് പദമാണ്. കാർട്ടോ എന്നാൽ എന്താണ്? മാപ്പ് എന്നും ഗ്രാഫിക് എന്നാൽ വരക്കുക എന്നാണ് അർത്ഥം. ഇനി ഈ കാർട്ടോഗ്രാഫി തയ്യാറാക്കുന്ന ആളെ അല്ലെങ്കിൽ ഭൂപടം തയ്യാറാക്കുന്ന ആളെ നമ്മൾ എന്താ പറയുക? കാർട്ടോഗ്രാഫർ എന്നാണ് പറയുക. ഇനി ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന ഉപകരണം ഏതാണ്? അതാണ് പീസോമീറ്റർ എന്ന് പറയപ്പെടുന്നത്. എന്താണ്? പീസോമീറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി അവിടെ നമുക്ക് ഇന്ത്യയിലെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് അല്ലേ? ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളിൽ മുകൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവടുഭാഗം തെക്ക് ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. നമുക്ക് ആ ഭൂപടം നോക്കി ഫസ്റ്റ് അവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ആദ്യം നമുക്ക് ഈ വടക്ക്, തെക്ക് എന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സിമ്പൽ കാണുന്നുണ്ട് അല്ലേ? അതിനുശേഷം വേറെ എന്താണ് അവിടെ കാണുന്നത്? നമുക്ക് അവിടെ ഒരു തലക്കെട്ട് കാണാൻ പറ്റുന്നുണ്ട്, ദിശ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വേറെ എന്തൊക്കെയാണ്? കുറേ ചിഹ്നങ്ങളും കുറേ നിറങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചിഹ്നങ്ങൾ. അതുപോലെ എന്താണ്? റെയിൽവേ ലൈന്, അന്താരാഷ്ട്ര അതിർത്തി, രാജ്യത്തിൻ്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചിഹ്നങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. സൂചികകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു മാപ്പിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എന്താ പറഞ്ഞത്? ദിശകളെ കുറിച്ചിട്ടാണ് അല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് ഇനി ദിശകളെ കുറിച്ച് നോക്കാം. ഭൂപടങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ദിശ അല്ലെങ്കിൽ ദിക്ക് എന്ന് പറയുന്നത്. ഭൂപടത്തിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ദിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ദിക്കുകൾ കണ്ടെത്താനുള്ള ഉപകരണമാണ് എന്ത് എന്ന് പറയുന്നത്? വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഇനി പ്രധാന ദിക്കുകൾ നോക്കാം. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അതായത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെയാണ് പ്രധാന ദിക്കുകൾ ഉണ്ടാവുക. ഇനി ഉപദിക്കുകളാണെങ്കിലോ തെക്ക് കിഴക്ക്, അതുപോലെ തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലേ? ഇത് വടക്കാണ്, ഇതപ്പോൾ തെക്കാണ്, ഇത് പടിഞ്ഞാറാണ്, ഇത് കിഴക്കാണ്. അപ്പോൾ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉപദിക്കുകൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ്? തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് എന്നിങ്ങനെ ഉപദിക്കുകളുണ്ട്. അതല്ലാണ്ട് 4 പ്രധാന ദിക്കുകളും കൂടി ഏതിലുണ്ട്? നമ്മളെ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന ആ ദിക്കിൽ ഉണ്ട്. പ്രധാന ദിക്കുകൾ ഏതൊക്കെയാണ്? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവയാണ് പ്രധാന ദിക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ വടക്ക് നോക്കി യന്ത്രത്തെക്കുറിച്ച് നോക്കാം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിച്ചിരിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പണ്ടുകാലം മുതൽ തന്നെ നാവികർ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഇതിൽ സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും. തെക്ക് വടക്ക് ദിശയിലായിട്ടാണ് അല്ലെ, നോർത്ത് സൗത്ത് ആയിട്ടാണല്ലേ അത് നിലകൊള്ളുന്നത് എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക ഏജൻസിയാണ് ഈ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് എവിടെയുള്ളതെന്ന് പറഞ്ഞത്? ഉത്തരാഖണ്ഡിലെ
ഡെറാഡൂണിലാണ് അതിൻ്റെ ആസ്ഥാനം എന്നും നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇത് എപ്പോഴാണ് രൂപീകരിച്ചത് എന്നും കൂടി നോക്കാം. ഇത് രൂപീകരിക്കപ്പെട്ടത് 1767 സർവേ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. ഇത് എന്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് ഈ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. ഇനി ആദ്യ സർവേ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചാൽ കോളിൻ മെക്കൻസി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? കോളിൻ മെക്കൻസി ആണ്. 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആരംഭിച്ച സർവേയാണ് ട്രിഗണോമെട്രിക് സർവേ എന്നറിയപ്പെടുന്നത്. എന്താണ്? 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആരംഭിച്ച സർവേയാണ് ട്രിഗണോമെട്രിക് സർവേ എന്നറിയപ്പെടുന്നത്. ഈ ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നിട്ട് ഈ സർവേ നടപടികൾ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് 1802 വില്യം ലാംപ്ടൺ ആണ്. പക്ഷെ അത് പൂർത്തിയാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് എവറസ്റ്റ് ആണ്. ജോർജ് എവറസ്റ്റ് 1854 അദ്ദേഹം എന്ത് ചെയ്തത്? ആ സർവേ തെക്ക് നിന്നുള്ള ഇന്ത്യയുടെ ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തെക്ക് നിന്നുള്ള ആ സർവേ പൂർത്തിയാക്കിയത്. എന്തിനായിരിക്കും അവർ ഭൂപടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക? അവർക്കറിയണമല്ലേ ഏതേത് സ്ഥലത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എവിടെ നിന്നെല്ലാം നമുക്ക് എന്തെല്ലാം കിട്ടും, അവിടേക്കുള്ള പോണ വഴിയൊക്കെ അറിയണം. ബ്രിട്ടീഷുകാർ അതിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരെന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഈ ഭൂപടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ ആദ്യ സർവേക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിയോഡലൈറ്റ് ആണ്. എന്താണ്? തിയോഡലൈറ്റ് എന്നതാണ്. ഇതിന് 500 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഇത് എന്ന് പറയുന്നത് വളരെ ഫസ്റ്റത്തെ സർവേ എന്നെല്ലാം പറയുന്നത് ഇന്നത്തെ കാലത്തെ പോലെയല്ല അല്ലേ. ഒരുപാട് മുതൽ മുടക്കും അതുപോലെ വ്യക്തികളുടെ ജീവത്യാഗവും ഒക്കെ എന്തിനു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഇന്ത്യയിൽ നടന്ന 1802 ഇന്ത്യയിൽ നടന്ന സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടി, സർവേ ഓഫ് ഇന്ത്യക്കല്ല, ഇന്ത്യയുടെ ആദ്യത്തെ ഭൂപട നിർമ്മാണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 1802 വില്യം ലാംപ്ടൺ ആണ് അതിന് തുടക്കം കുറിച്ചത്. അത് പൂർത്തിയാക്കിയത് ആരാണ്? ജോർജ് എവറസ്റ്റ് ആണ്. ഈ ജോർജ് എവറസ്റ്റ് നമ്മൾ പറയില്ലേ, എവറസ്റ്റ് പർവ്വതനിരയെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ. അപ്പോൾ ആ പേര് എങ്ങനെ വന്നത് പറഞ്ഞാൽ ഈ ഹിമാലയൻ പർവ്വതനിരകളുടെ അളവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു സർവേ കൂടിയാണ് ഈ ആദ്യ സർവേ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിന് എവറസ്റ്റ് എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. ഹിമാലയൻ പർവ്വതനിരകളുടെ അളവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ സർവേ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ സർവേയിൽ തന്നെ നമ്മൾ എന്ത് രേഖപ്പെടുത്തി? ഹിമാലയൻ പർവ്വതനിരകളുടെ ആദ്യത്തെ അളവുകൾ ആദ്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ട്രിഗണോമെട്രിക് സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആരംഭിച്ച സർവേയാണ് ട്രിഗണോമെട്രിക് സർവേ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1852 എവറസ്റ്റിൻ്റെ ഉയരം ആദ്യമായി കണക്കാക്കിയത് രാധാനാഥ് സിക്ദർ ആണ്. ആരാണ്? രാധാനാഥ് സിക്ദർ ആണ്. ജോർജ് എവറസ്റ്റിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകിയത്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് അതിൻ്റെ ആസ്ഥാനം ഡെറാഡൂണാണ്. അത് സ്ഥാപിതമായത് 1767 നമ്മുടെ ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഔദ്യോഗിക ഏജൻസിയാണ് ആദ്യത്തെ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ആദ്യ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കോളിൻ മെക്കൻസി ആണ് എന്ന് ഓർത്തു വയ്ക്കുക. 1802 ആദ്യ സർവേ നടത്തിയത് എന്നും ഓർത്തു വയ്ക്കുക. ഇനി മാപ്പ് പ്രൊജക്ഷനുകൾ, നമ്മൾ നേരത്തെ ഒരു പ്രൊജക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആരിൻ്റെ പ്രൊജക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് നമ്മുടെ ആധുനിക ഭൂപടശാസ്ത്രത്തിൻ്റെ പിതാവായ ജെറാൾഡ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അത് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? 1869 ജെറാൾഡ് മെർക്കാറ്റർ വികസിപ്പിച്ചെടുത്ത ഒരു ഭൂപട രചനാ സമ്പ്രദായമാണ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക രീതികളെയാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഭൂപ്രക്ഷേപം എന്നറിയപ്പെടുക. മലയാളം പേരും കൂടി പഠിച്ചു വെച്ചോളി. ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക രീതികളാണ് എന്തെന്ന് പറയുന്നത്? ഭൂപ്രക്ഷേപം എന്നറിയപ്പെടുക. ഒരു മാപ്പ് പ്രൊജക്ഷൻ എന്നത് അല്ലെങ്കിൽ ഒരു ഭൂപ്രക്ഷേപം എന്നത് ഭൂമിയുടെ ത്രിമാന ഉപരിതലത്തെ ഒരു ദ്വിമാന തലത്തിൽ ചിത്രീകരിക്കുന്നതിന് കാർട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകളെ സൂചിപ്പിക്കുന്നതാണ്. ത്രിമാന ഉപരിതലത്തെ ഒരു ദ്വിമാന തലത്തിൽ ചിത്രീകരിക്കുന്നതിന് കാർട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന നിരവധി
സാങ്കേതിക വിദ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മാപ്പ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഭൂപ്രക്ഷേപം എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷനുകൾ ഏതൊക്കെയാണ്? ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം, സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്നിവയാണവ. ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം, അതായത് ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം, എല്ലാവരും എന്താണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയില്ലേ, സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്നീ 3 എണ്ണമാണ് ഈ പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷനുകൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ് എന്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഭൂതല കോണുകൾ വ്യത്യാസം വരാതെ തന്നെ ഒരു സമതലത്തിൽ രചിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായത് മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി ഈ വരകൾ എന്തിനൊക്കെയാണ് പറയുള്ളത്? കുറുകെയുള്ള വര, നെടുകെയുള്ള വര എന്ന് പറയില്ലേ. നമ്മൾ സാധാരണ ഇതിന് അക്ഷം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഭൂമിയുടെ അക്ഷം എന്നൊക്കെ പറയും. പക്ഷേ ഈ വരയ്ക്കുന്നത് അക്ഷാംശ രേഖയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ. കാരണം ഈ അക്ഷത്തിൽ നിന്ന് വരക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖ എന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ല, ഇത് എന്ത് രേഖയാണ്? ഇത് രേഖാംശ രേഖയാണ്. ഇതാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ എവിടെയാണ്? അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്നത്. ഇതെന്താണ്? രേഖാംശ രേഖ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സമയം അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതും കൂടി നോക്കാം. ഭൂപടത്തിന്റെ ഒരു സ്ഥാനത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതാണ് അക്ഷാംശ രേഖകളും അതുപോലെ രേഖാംശ രേഖകളും. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള ഭൂമധ്യരേഖ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യ എവിടെയാണ് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് തൊട്ടാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശ രേഖകൾ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലുള്ള രേഖകളെയാണ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും അതുപോലെ ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോണ്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതും കൂടി നമുക്ക് നോക്കാം. ആ തന്നിരിക്കുന്ന ഗ്ലോബിൽ ഒരു റെഡ് കളർ വര കാണുന്നുണ്ട് അല്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്നത് രേഖപ്പെടുത്തിയത് വടക്കേ അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളം, അതായത് വടക്ക് ഭാഗം എന്ന് പറയാം. മേൽഭാഗത്തിന് നമ്മൾ വടക്ക് എന്നല്ല പറയാ, ഉത്തര അർദ്ധഗോളം. അർദ്ധഗോളം പറഞ്ഞാൽ എന്താണ്? പകുതി. ഉത്തരാർദ്ധഗോളവും ബി എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളവുമാണ്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും ഇവയാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇനി ആ അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളില്ലേ, ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നതിന് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഈ ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നത് എങ്ങനെയാണ്? ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പം അതിൽ കൊടുത്തിട്ടുണ്ട് ഭൂമധ്യരേഖ റെഡ് ലൈൻ, അതിൻ്റെ മേലെ ഉത്തരാർദ്ധഗോളം, താഴെ ദക്ഷിണാർദ്ധഗോളമാണ്. പിന്നെ അങ്ങനെ അതിനെ കുറുകെ വരച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? രേഖാംശ രേഖകൾ എന്ന് പറഞ്ഞത്. ഇനി അവിടെ ഒരു കേരളത്തിന്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് അല്ലേ. അതിൽ തന്നിരിക്കുന്ന ഭൂപടങ്ങളിലെ ABC എന്നെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഇത് യഥാക്രമം ഒന്നാമത്തെ എന്താണ്? തലക്കെട്ട്. എ എന്ന് പറയുന്നത് എന്താണ്? കേരളം എന്നത് എന്താണ്? തലക്കെട്ടാണ്. പിന്നെ B എന്ന് പറയുന്നത് എന്താ? ദിശ, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദിശ. പിന്നെ C എന്ന് പറയുന്നത് എന്താണ്? സൂചിക. അവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സംസ്ഥാന അതിർത്തിയുടെ സൂചിക എങ്ങനെയാണ് വരുന്നത്? ജില്ലാ അതിർത്തി എങ്ങനെയാണ് വരുന്നത്? തലസ്ഥാനം, നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാനത്ത് ഒരു സ്റ്റാർ മാർക്ക് കണ്ട് അല്ലേ. ജില്ലാ ആസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത് പറഞ്ഞിട്ട് സൂചികകളും തന്നിട്ടുണ്ട്. അപ്പം ഒരു ഭൂപടത്തിലുണ്ടായിരിക്കുന്ന ആവശ്യ ഘടകങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ദിശ, തലക്കെട്ട്, സൂചിക എന്നിവയാണ് ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അക്ഷാംശ രേഖാംശ രേഖകളെക്കുറിച്ച് ചെറുതായി ഒന്ന് പറഞ്ഞിട്ട് പോകാം. കാരണം നമ്മൾ ഭൂപടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ 181 അക്ഷാംശ രേഖകളാണുള്ളത്. അടുത്തടുത്ത 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ ആണ്. പ്രധാന അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് നമ്മൾ പറയും ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശമാണ്. അക്ഷാംശ രേഖയാണ് നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അതുപോലെ അതിന് മേലേക്ക് വടക്ക് ഭാഗത്തായിട്ട് 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ നമ്മൾ ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നു. ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈ 0-ന്റെ മേലെ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെയാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. തെക്ക് അക്ഷാംശത്തെ നമ്മൾ എന്താ പറയുക? 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദക്ഷിണായന രേഖ, തെക്ക് അക്ഷാംശത്തെ ദക്ഷിണായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. ഇനി 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആർട്ടിക് വൃത്തം അല്ലെങ്കിൽ ആർട്ടിക് സർക്കിൾ എന്ന് പറയപ്പെടുന്നത് 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെയാണ്. ഇനി 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശത്തെ, മേലെ താഴെ എന്ന് ഓർത്ത് വെച്ചാൽ മതി. തെക്ക് അക്ഷാംശത്തെയാണ് അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുക, അന്റാർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുക. അപ്പോൾ മേൽഭാഗമാണ് പറഞ്ഞാൽ ആർട്ടിക്, താഴ്ഭാഗം എന്താണ്? അന്റാർട്ടിക്. ഇനി 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി വടക്കിനെ നമ്മൾ എന്ത് പറയും? ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കിന് ദക്ഷിണ ധ്രുവം എന്നും പറയും. രേഖാംശ രേഖകൾ കൂടി നോക്കാം. ആകെ 360 രേഖാംശ രേഖകളാണുള്ളത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 360 ഡിഗ്രി രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. 360 ഡിഗ്രി രേഖാംശ രേഖ എങ്ങനെ അറിയപ്പെടുന്നു? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. സമയനിർണയത്തിനായി ഉപയോഗിക്കുന്നത് എന്താണ്? രേഖാംശ രേഖകളാണ്. അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 4 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ചുരുക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷെ തന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. നമ്മൾ പഠിക്കാനുള്ളതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മാപ്പുകൾ, അതിൻ്റെ അടയാളങ്ങൾ എന്നിങ്ങനെ കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കാം. ഇനിയുണ്ട് ഒരു ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധരാതലീയ ഭൂപടങ്ങളെ കുറിച്ചിട്ടും വിവിധ തരം ഭൂപടങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.